എന്നാൽ കണ്ണൂർ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോയാലോ അവിടെ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാകുന്നത് കൊണ്ടാണ്. അപ്പോ മെച്ചപ്പെട്ട ആരോഗ്യ മേഖല ഇവിടെ വാർഡ് തലങ്ങളിൽ ഉൾപ്പെടെ ആരോഗ്യ മേഖലയിൽ ഹെൽത്ത് സെന്ററുകളും അവിടെ ആവശ്യത്തിന് മരുന്നുകൾ നോട്ട് ബുക്കാണ് ഈ രോഗികൾക്ക് കൊടുക്കുന്നത്. ആ നോട്ട് ബുക്ക് കൊടുത്തുകൊണ്ട് ആ നോട്ട് ബുക്കിൽ എഴുതുകയാണ് ഈ ആഴ്ച കൊടുത്ത മരുന്ന്. അടുത്ത ആഴ്ച വരുമ്പോ അത് മരുന്ന് കൊടുക്കാൻ നഴ്സുകൾ മാറുന്നു, നഴ്സുമാർ മാറ്റമുണ്ടാവും, ഡോക്ടർമാർ മാറ്റമുണ്ടാവും. എന്നാൽ ഈ നോട്ട് ബുക്കിൽ എഴുതിയതിനനുസരിച്ച് ഈ ചികിത്സാ സമ്പ്രദായം ഈ കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികളിൽ നടക്കുകയാണ്. മെച്ചപ്പെട്ട ചികിത്സ ആ പ്രസംഗിച്ച സുഹൃത്തിനോട് ഞങ്ങൾ പറയുന്നു, കണ്ണൂർ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ഒന്ന് പോകണം. കണ്ണൂർ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോയി അവിടുത്തെ ഡോക്ടർമാരെയും നഴ്സുമാരെയും അതുപോലെ തന്നെ ലാബ് ടെക്നീഷ്യന്മാരെയും ഉദ്യോഗസ്ഥന്മാരെയും ഒന്ന് കണ്ടു പഠിക്കണം. എന്നിട്ട് താങ്കളുടെ രോഗമെന്ന് അവിടെ പറയുക. ആ താങ്കളുടെ രോഗത്തിന് ആവശ്യമായ ചികിത്സ അവിടെ ലഭ്യമാകുന്നില്ലെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾ പ്രസംഗിച്ചോ. നിങ്ങളുടെ രോഗത്തിന് ആവശ്യമായ ഏത് രോഗത്തിനും ചികിത്സ നടത്താൻ പറ്റുന്ന നിലയിലേക്ക് കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആരോഗ്യ മേഖല മെച്ചപ്പെട്ടു എന്ന് ഞങ്ങൾ പറയുന്നത്. മാത്രമാണോ ഏത് മേഖലയാ മെച്ചപ്പെടാത്തത്? വിദ്യാഭ്യാസ മേഖല. നിങ്ങൾ ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന കാലത്തെ പോലുള്ള വിദ്യാഭ്യാസ മേഖലയാണോ ഇന്ന്? അവിടെ പഠിച്ച ഈ പ്രസംഗിച്ച ഈ പ്രിയപ്പെട്ട എന്റെ സുഹൃത്തിന്റെ മക്കള് സ്കൂളിൽ പോകുമ്പോ ആ സുഹൃത്തിന്റെ മക്കൾ സ്കൂളിൽ പോയിട്ട് പരീക്ഷ എഴുതാൻ പരീക്ഷ പേപ്പർ ഇല്ലാഞ്ഞിട്ട് ഫോട്ടോ കോപ്പി എടുത്തിട്ട് വീട്ടിലേക്ക് വന്നപ്പോ എന്റെ സുഹൃത്തെ നിങ്ങൾ കണ്ടില്ലേ ആ വിദ്യാർത്ഥിയെ കിട്ടിയ മാർക്ക് എന്താണ്? അവിടെ കിട്ടിയ ചോദ്യപേപ്പർ എന്താണ്? 1ാം ക്ലാസ്സിലേക്ക് പഠിച്ച് ക്രിസ്തുമസ് പരീക്ഷ ഇപ്പൊ ഡിസംബർ മാസമാണ്. ഇപ്പൊ ക്രിസ്തുമസ് പരീക്ഷ വരാൻ പോവുക. അന്ന് ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോ ക്രിസ്തുമസ് പരീക്ഷ എഴുതുമ്പോ പാഠപുസ്തകമില്ല, അതെല്ലാം ഫോട്ടോ കോപ്പി. അങ്ങനെ ഫോട്ടോ കോപ്പി. ക്ലാസുകളിൽ ഇരിക്കാൻ സൗകര്യമില്ല, തുറന്നിരിക്കുന്ന കെട്ടിടങ്ങൾ, പഠിപ്പിക്കാൻ അധ്യാപകരില്ല. രക്ഷാകർത്തൃ സമിതി ചേർന്ന് ശമ്പളം കൊടുത്ത് 5000, 8000, 10,000 ശമ്പളം കൊടുത്ത് ഗവൺമെന്റ് അധ്യാപകരെ പഠിപ്പിക്കുകയാണ്. പൂട്ടന്റെ വക്കത്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പൂട്ടുന്ന വക്കലെത്തിയ മലപ്പുറം LP സ്കൂള് ഇന്ന് ഏത് നിലയിലാണ് എത്തി നിൽക്കുന്നത്? ഇവിടെ തൊട്ടടുത്ത വാഴപ്പിണ്ടം LP സ്കൂള് പൂട്ടുമെന്ന് പറഞ്ഞപ്പോ ആ പൂട്ടേണ്ടതില്ല. കേരളത്തിലെ പൂട്ടേണ്ട വക്കലുണ്ടായ എല്ലാ വിദ്യാഭ്യാസ ഗവൺമെന്റ് മേഖലയിൽ ആരംഭിക്കുകയാണ്. അങ്ങനെയാണ് ഉന്നത വിദ്യാഭ്യാസം നേടാൻ ഈ കേരളത്തിലെ നമ്മുടെ എല്ലാ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിട്ടുള്ളത്. അത് ആ മേഖല സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര RJ ഗോൾഡ് ചെറുപുഴ. ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ, മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ. 916 BIS സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി, മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ, മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മികമാർന്ന ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം RJ ഗോൾഡ് JMUP സ്കൂളിന് മുൻവശം ചെറുപുഴ.